ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. പെരിയ ഇരട്ടക്കൊല കേസിൽ 4 ദിവസത്തിനിടെ പിടിയിലായത് 2 പേർ മാത്രം. അറസ്റ്റിലായ 2 പേരും സിപിഎമ്മുമായി ബന്ധമുള്ളവർ. ഇടത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് നിഷ്പക്ഷവും നേരായ രീതിയിലുമുള്ള അന്വേഷണം നടത്തുമോ എന്ന ചോദ്യം ഇതോടെ ഉയരുകയാണ്. വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. ചോദ്യം ഒരിക്കൽ കൂടി, പെരിയ ഇരട്ടക്കൊല അന്വേഷണം നേരായ വഴിക്കോ? ഇപ്പോൾ ബാലരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന ഒരു പ്രേക്ഷകനാണ് ആദ്യമായി പ്രതികരിക്കാനുള്ളത്. ശിവദാസൻ, എന്തായാലും ഇത് വ്യക്തിപരമായ പ്രശ്നം മാത്രമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പറയുമ്പോൾ കൂടിയും അറസ്റ്റിലായ 2 പേരും സിപിഎം ബന്ധമുള്ളവരാണ്. പോലീസ് അന്വേഷണം നേരായ വഴിക്കാണോ? താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അതായത് ഇത് സിപിഎം കാസർഗോഡ് സിപിഎം ജില്ലാ സെക്രട്ടറിയും അവിടുത്തെ എംഎൽഎയും കരുതിക്കൂട്ടി വെച്ച ഒരു കൊലപാതകമാണ്. അത് നമ്മളെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പഴി ചേരാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു. ആക്കിയിട്ട് ചെയ്ത കുറ്റവാളികളെ മറച്ചു നിർത്തിക്കൊണ്ട് ഈ പാവപ്പെട്ട നിരപരാധികളെ മാത്രം തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് കുറ്റവാളിയായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ മരിച്ചവർ ഇവരും കൂടി ചെറിയ പ്രശ്നമുണ്ടായി, അത് മാത്രമാണ് ഇവരെ പുറത്തുള്ളത്. അതിനുണ്ടായ വൈരാഗ്യമല്ല ഈ 2 യുവാക്കളെ കൊല്ലാൻ കാരണം. ഇവർ പരസ്യമായിട്ട് സിപിഎമ്മിന്റെ ഒരു തന്ത്രമാണ്. അവര് ഇനി നമ്മളെ ഈ വീരന്മാര് ഏറ്റു പറയും പോലെ നമ്മൾ ചെയ്തു എന്ന് പറയും പോലെ ഇനി മാത്രം സിപിഎം പറഞ്ഞാൽ നമ്മൾ ചെയ്തു. ഇവർ വഴി തെറ്റിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഒരു നാടകമായ രീതിയിൽ ആ കഥ അതേപടി നടക്കുകയാണ്. ഇത് സത്യം വെച്ച് മാറ്റാൻ വേണ്ടി. പക്ഷെ പാവപ്പെട്ട പോലീസ് എന്ത് ചെയ്യുന്നു? അത് വെച്ച് അന്വേഷിക്കുന്നു. അവർ കേരള പോലീസിന്റെ വ്യക്തന്മാരാണ്, നല്ല തന്റെ ബുദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന രീതിയും വാക്കുകളും വെച്ച് അവർക്ക് പോകാൻ പറ്റും. കോടതിക്ക് അങ്ങനെ ശിക്ഷിക്കാനും പറ്റും. പക്ഷെ യഥാർത്ഥ ഈ പോലീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യസന്ധമായ രീതിയിൽ ഇവിടെ ജനങ്ങൾക്ക്, അമ്മമാർക്ക്, അച്ഛന്മാർക്കും ഇപ്പൊ ഈ വളർന്നവരെ തലമുറയ്ക്കും പൊളിറ്റിക്ക് രാഷ്ട്രീയം വളരണമെങ്കിൽ ഇങ്ങനെയുള്ള അഴിമതി, ഇങ്ങനെയുള്ള കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് മുന്നക്കം കൊടുക്കാതെ ആത്മാർത്ഥപരമായിട്ട് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. പ്രേമൻ, എന്താണ് പോലീസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എങ്കിലും പാർട്ടി അറിവില്ലാതെ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കില്ല എന്നാണ് പീതാംബരന്റെ കുടുംബാംഗങ്ങളും ഭാര്യയും മകളും അമ്മയും അടക്കമുള്ളവർ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? തീർച്ചയായും അവർക്ക് അങ്ങനെ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയും. തീർച്ചയായും അന്വേഷണം നേരായ വഴിയിലാണ് നടക്കുന്നത്. കേരളത്തിലെ മിടുക്കരായ ഉദ്യോഗസ്ഥര്, പോലീസ് ഉദ്യോഗസ്ഥര്, നല്ല മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവര് അന്വേഷണം ശരിയായ വഴിയിലാണ് കൊണ്ടുപോകുന്നത്. അതില്ലാതെ ഇപ്പോ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി കൂടി ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇതെന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് തന്നെ ഇപ്പൊ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ്. തമിഴ്നാട്ടില് പി ചിദംബരത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് കോൺഗ്രസിന്റെ സമീപനം എന്താണെന്ന് പറഞ്ഞാൽ CBI അന്വേഷണം എതിർക്കുകയാണ്. അതേപോലെ തന്നെ ബംഗാളില് അവിടെ CBI വന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ CBI എതിർക്കുകയാണ്. നരേന്ദ്രമോദിയുടെ പാവയായി പ്രവർത്തിക്കുന്ന CBIയെ ഇവിടത്തെ കോൺഗ്രസ്സുകാർ വളരെയധികം ഇതായിട്ട് കാണുകയാണ്. അപ്പൊ എന്താണ് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ കണ്ട് നേരായ വഴിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ തീർച്ചയായും ഈ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്നും കൃഷ്ണൻകുട്ടി എന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. കൃഷ്ണൻകുട്ടി, എന്തായാലും പീതാംബരൻ ഈ ഇരട്ടക്കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുത്തു എന്ന് പോലീസ് പറയുമ്പോൾ കൂടിയും പീതാംബരന്റെ കുടുംബം മറിച്ച് ഒന്നാണ് പറയുന്നത്. അതായത് പാർട്ടി അറിയാതെ പീതാംബരൻ ഒന്നും ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. താങ്കളുടെ ഒരു നിലപാട്, നിരീക്ഷണം എങ്ങനെയാണ്? ഈ പീതാംബരൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയുടെ ഡമ്മിയാണ്, പാർട്ടിയുടെ ഡമ്മി പ്രതിയാണ്. യഥാർത്ഥ പ്രതികളൊന്നുമല്ല ഈ പീതാംബരൻ. അതുമല്ല, ഈ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചോ പോലീസ് സേനയോ അന്വേഷിച്ചാലൊന്നും ഈ കേസ് തെളിയാൻ പോകുന്നില്ല. കാരണം പിണറായി അവരെ അന്വേഷിക്കാൻ അനുവദിക്കത്തില്ല. അവർ ഏതെങ്കിലും ഒരു നേതാവിന്റെ അടുത്ത് അന്വേഷണം എത്തുമ്പോൾ ആ അന്വേഷണ സംഘത്തെ മാറ്റുകയോ അവരെ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യും. അതുകൊണ്ട് CBI തന്നെ വരണം. ഈ കേസ് യഥാർത്ഥ പ്രതികളിൽ എത്തണമെങ്കിൽ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെങ്കിൽ CBIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി അതായത് യഥാർത്ഥ പ്രതികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
ശരി, ഇപ്പോൾ കാഞ്ഞങ്ങാട് നിന്നും അബ്ദുള്ള എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ അബ്ദുള്ള, എന്തായാലും താങ്കളുടെ നാട്ടിലാണ് എല്ലാവരെയും നടുക്കിയ ഈ ഒരു ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CBI അന്വേഷണ ആവശ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുമ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും എന്ന രീതിയിലുള്ള സൂചനകളും പുറത്തുവരുന്നു. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ശരിയായ അന്വേഷണത്തിന് പോകുന്നില്ല. കാരണം ഇതിന് പിന്നിൽ കൊട്ടേഷൻ സംഘടന ശക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ CBI അന്വേഷണം തന്നെ വേണമെന്നാണ് ശക്തമായ ആവശ്യം ജനങ്ങൾക്ക്. ശരി, ഇപ്പോൾ എറണാകുളത്ത് നിന്നും കുമാരി എന്നൊരു പ്രേക്ഷക കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. കുമാരി, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? എന്തായാലും പീതാംബരൻ കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കുമാരി ലൈനിലിപ്പ ഇപ്പോൾ പുഷ്പ എന്നൊരു പ്രേക്ഷക കൂടി ചെയ്യുന്നുണ്ട്. പുഷ്പയുടെ അഭിപ്രായം പറയാം. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞങ്ങളും അമ്മമാരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. കുഞ്ഞു മക്കളല്ലേ, ഞങ്ങൾ എത്ര താലോലിച്ച് വളർത്തുന്ന മക്കളാ. ആരായാലും ഒരു പാർട്ടിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ആരായാലും ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും. തല്ലുക ചീത്ത പറയും, എന്ത് വേണം ചെയ്യും. ഇങ്ങനെ കൊല്ലരുത് അവരെ ഒരിക്കലും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പോലീസ് അന്വേഷണം ശരിയായ വഴിയിലാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും ഒരു പാർട്ടിയും ഇങ്ങനെ ചെയ്യരുതോ. ശരി, വളരെയധികം നന്ദി പുഷ്പ താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ ആലുവയിൽ നിന്ന് സുഗുണൻ എന്ന ഒരു അരൂരിൽ നിന്നും സുഗുണൻ എന്നൊരു പ്രേക്ഷകൻ നമ്മുടെ പഞ്ചുണ്ട്. സുഗുണൻ, എങ്ങനെയാണ് ഈ ഒരു വിഷയങ്ങളെ നിരീക്ഷിക്കുന്നത്? ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വധിച്ചതില് പറഞ്ഞോളൂ. വധിച്ചത് പാർട്ടി തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതില് മെയിൻ നേതാക്കളെ അതിനകത്ത് കൊണ്ടുവരാനുള്ള നേരായ അന്വേഷണം നടക്കാതെ ഡമ്മി സ്ഥാനാർത്ഥികളെ കൊടുത്തുകൊണ്ട് നേരത്തെ CPM നടത്തിയ തന്ത്രം തന്നെയാണ് ഇപ്പോഴും നടത്തുന്നതെന്നാണ് എനിക്കതിനെ കുറിച്ച് പറയുവാനുള്ളത്. ഇടുക്കിയിൽ നിന്നും നസീർ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. നസീർ, എന്തായാലും പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പീതാംബരൻ പൂർണ്ണമായും കുറ്റം സമ്മതിച്ചു എന്നാണ്. എന്നാൽ ഇവിടെ പീതാംബരന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണവും ശ്രദ്ധേയമാണ്. പാർട്ടി അറിയാതെ പീതാംബരൻ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തില്ല എന്നാണ് കുടുംബത്തിന്റെ ഒരു ആരോപണം. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? സത്യസന്ധമായി പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന്റെ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ പറ്റും. പറഞ്ഞോളൂ. ഇപ്പോൾ നടക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദത്തിലുള്ള അന്വേഷണമാണ്. ഈ അന്വേഷണത്തിൽ പ്രതികളെ പിടിക്കാൻ പറ്റില്ലെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പോലീസ് കേരളത്തില് ശക്തമായി അന്വേഷിക്കാൻ കഴിവുള്ളവരാണ്. ശരി, ഇപ്പോൾ ദാസൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ദാസൻ, എന്തായാലും ആദ്യം കൊട്ടേഷൻ സംഘമാണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിന് പിന്നിൽ ആരോപണം ഉയർന്നെങ്കിൽ കൂടിയും പോലീസ് പറയുന്നത് പ്രാദേശിക സംഘം മാത്രമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? പോലീസ് അതല്ലേ പറയൂ. പോലീസ് പറയാണെങ്കിൽ മുഖ്യമന്ത്രിന്റെ പോലീസല്ലേ, അവരെ പാർട്ടിയല്ലേ, അപ്പൊ അവരതല്ലേ പറയൂ. ഇത് CBIക്ക് തന്നെ വിടണം. ഇതിവരിപ്പം പറയുന്നത് വെച്ചാൽ ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് സാക്ഷികളില്ലാതെ അത് കോടതി തള്ളു. ആ ധൈര്യം ജയകൃഷ്ണൻ മാഷിയെല്ലാം നമ്മൾ കണ്ടതല്ലേ, സ്കൂളിന്റെ ഉള്ളിലിട്ട് സാക്ഷികളില്ലാന്ന് പറഞ്ഞാൽ അവരെ മാലയിട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇതേമാതിരി തന്നെ ഇത് ഈ കുടുംബത്തിനും അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് സാക്ഷിയില്ലാണ്ടാക്കണം. അതിനാണ് ഈ കോടതിയിൽ ഈ കേസ് എത്തിക്കണം. അതുവരെ ഇത് ഏറ്റെടുക്കുന്നത് പീതാംബരനോ അല്ലെ അങ്ങനത്തെ ഏതെങ്കിലും ആളെ ഒരു സാക്ഷിയാക്കിയിട്ട് നിർത്തും. അല്ലാതെ വേറെ ഒന്നുമില്ല ഇവരുടെ ഉദ്ദേശം കേസിന് ഇതിന് സാക്ഷിയില്ലാതെ ആക്കലാണ് ഇവർ പറയുന്നത്. അല്ലാണ്ട് CBIനെ അന്വേഷിച്ച ഈ ഉന്നത ലോകത്തിൽ അവരെ പിടിക്കാം ഉറപ്പാണ്. ഇപ്പൊ സുക്കൂർ പോലെ കേസ് കണ്ടില്ല, പി ജയരാജൻ, അതേമാതിരിയുള്ള വലിയ വലിയ ആൾക്കാർ വരും. അതുകൊണ്ടാണ് CBI വേണ്ട ക്രൈംബ്രാഞ്ചിനെല്ലാം ഏൽപ്പിക്കാതെ ഇവർ പറയുന്നത്. അല്ലാതെ സത്യസന്ധമായിട്ടൊന്നും അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സമ്മതിക്കില്ല. മുഖ്യമന്ത്രി എന്നല്ല പാർട്ടിയിലെ ഒരുത്തനും ജയരാജനൊന്നും ഇതിന്റെ അടുപ്പിക്കൂല. ഞാൻ പാനൂരാണ്. ഇപ്പൊ തന്നെ കുഞ്ഞനന്ത അവിടുന്ന് വിലസുന്ന സുഖമല്ല എന്ത് സുഖമല്ല. 24 മാസത്തിൽ 2 ദിവസം 3 ദിവസം ജയിലിൽ വീടും ബാക്കിയുള്ള ദിവസം എല്ലാം പുറത്തല്ലേ. നമ്മള് മുമ്പ് കാണുന്നല്ലേ ഇതെല്ലാം. പാർട്ടിക്ക് വേണ്ടി അവരാണ് ഈ കൂടാതെ ഒന്നാമത്തെ ആൾക്കാർ. എന്നിട്ട് അവരെല്ലാം പുറത്തല്ലേ നിൽക്കുന്നത്. ശരി, ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്നും ജഹാംഗീർ എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത്. പാർട്ടിക്ക് ഇവിടെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോൾ കൂടിയും രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജഹാംഗീറിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഇത് ശരിക്കും രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. ഇത്
കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് CPM കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകമാണ് എന്റെ അഭിപ്രായം. പട്ടാമ്പിയിൽ നിന്നും മണികണ്ഠൻ എന്ന ഒരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. മണികണ്ഠൻ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? ഇതില് എന്റെ അഭിപ്രായം എന്ന് വെച്ചാല് ഈ രാഷ്ട്രീയ കൊലപാതകമായാലും അല്ല ഇനി വേറെ എന്ത് രൂപത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയാലും ആ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബത്തിനാണ് ഇതിൽ നഷ്ടപ്പെട്ടതെല്ലാം. ഇനി ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ പിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതെന്തായാലും കൊണ്ടുവരണം. അത് രാഷ്ട്രീയ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഭരിക്കുന്നവർ തന്നെ അന്വേഷണം നടത്തുമ്പോൾ അതൊരു ശരിയായ രീതിയിലായിരിക്കില്ല. ഇതിനെ നമുക്ക് ഏൽപ്പിക്കാനുള്ളത് CBI ആണ്. പക്ഷെ CBI കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചട്ടുകമായിക്കൊണ്ട് CBI ഇപ്പോ ഇന്ത്യയിൽ മുഴുവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും നമ്മൾ കാണുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇത് കോടതി ഇനിയെങ്കിലും ഇത്തരമൊരു ഇനിയൊരു ജീവൻ ഇവിടെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്ക് കേരള മണ്ണിൽ പൊലിഞ്ഞു വീഴരുത്. അതിനുവേണ്ടി കോടതി നേരിട്ട് ഒരു അന്വേഷണം നടത്തി കോടതിയിലെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം. എന്നാൽ മാത്രമേ ആ കുടുംബത്തിനും നീതി കിട്ടുകയുള്ളൂ. ആ മരിച്ചുപോയ രണ്ട് യുവാക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. നന്ദി മണികണ്ഠൻ, താങ്കളുടെ പ്രതികരണത്തിന്. പെരിയ ഇരട്ടക്കൊല അന്വേഷണം നേരായ വഴിക്കോ എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.